നമസ്കാരം. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ സുപ്രധാന പ്രഖ്യാപനവുമായി 2020. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ 2020 തയ്യാറെടുക്കുകയാണ്. മത്സരിക്കാനുള്ള മുന്നൊരുക്കം പൂർത്തിയാക്കാൻ പ്രവർത്തകർക്ക് ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് നിർദ്ദേശം നൽകി. തുടർഭരണം ലക്ഷ്യമിട്ട് പിണറായി സർക്കാരും ഭരണം തിരിച്ചുപിടിക്കാൻ UDF-ഉം കനത്ത പോരാട്ടത്തിന് ഒരുങ്ങുമ്പോഴാണ് സാബു എം ജേക്കബിന്റെ പാർട്ടിയും കളത്തിലിറങ്ങുന്നത്. എറണാകുളം ജില്ലയിൽ അടക്കം 2020 സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ അത് വോട്ട് വിഘടിപ്പിക്കലിന് ഇടയാകുമെന്ന് ഉറപ്പാണ്. ഏത് മുന്നണിക്കാകും തിരിച്ചടി നേടേണ്ടി വരിക എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാക്കിയെന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കി. 140 ഇടത്തും മത്സരിക്കണമെന്നാണ് അഭിപ്രായം ഉയർന്നത്. എന്നാൽ പാർട്ടിയുടെ കമ്മിറ്റികളുള്ള സ്ഥലത്ത് മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചത്. ഒറ്റയ്ക്ക് നിന്ന് 3 മുന്നണികളോട് ഏറ്റുമുട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നും സാബു എം ജേക്കബ് പറഞ്ഞു. പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മത്സരിക്കുന്ന സ്ഥലങ്ങളെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് എറണാകുളത്ത് 2020 സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളെയും നേരിട്ട് 2 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ 2020 സാധിച്ചിരുന്നു. ഐക്കരനാട് തൂത്തുവാരിയെങ്കിലും കിഴക്കമ്പലത്ത് 2020 തിരിച്ചടി നേരിട്ടിരുന്നു. 2 പഞ്ചായത്തിൽ കൂടി 2020 ഭരണം നഷ്ടപ്പെട്ടു. ഭരണത്തിലുണ്ടായിരുന്ന കുന്നത്തുനാടും മഴുവന്നൂരുമാണ് 2020 ഭരണം നഷ്ടപ്പെട്ടത്. അതേസമയം തിരുവാണിയൂരിൽ ശക്തമായ സാന്നിധ്യമാകാനും 2020 സാധിച്ചു. അതേസമയം കിഴക്കമ്പലത്തെ എല്ലാ പാർട്ടികളും ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് മത്സരിക്കാൻ ഇറക്കിയത്. എന്നിട്ടും 2020 വിജയിച്ചു കയറി. കിഴക്കമ്പലം പഞ്ചായത്തിലെ 14 സീറ്റ് 2020 വിജയിക്കാൻ സാധിച്ചു. അതേസമയം ഐക്കരനാട് പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളും, തിരുവായൂരിലെ 18-ൽ 9 സീറ്റും 2020 നേടി. പൂതൃക്കയിൽ 7-ഉം വടവൂകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 6-ഉം തൊടുപുഴയിലെ മണക്കാട് പഞ്ചായത്തിൽ 1 സീറ്റും വെങ്ങോല പഞ്ചായത്തിലെ 6 വാർഡുകൾ, 1 ബ്ലോക്ക് ഡിവിഷൻ എന്നിവിടങ്ങളും 2020 വിജയിച്ചിരുന്നു. 2020 എന്ന പാർട്ടി കുറച്ചു വർഷങ്ങൾ മാത്രമായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്. അധികാര ദുർവിനിയോഗം നടത്തിയ പാർട്ടികളുടെ താൻപോരിമ മടുത്തിട്ടാണ് 2020 പോലൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. കിറ്റക്സ് ഉടമയായിട്ടുള്ള സാബു എം ജേക്കബാണ് 2020 നേതൃത്വ നായകത്വം വഹിക്കുന്നത്. അതേസമയം മഴുവന്നൂരിലെ 18 സീറ്റിൽ 6 എണ്ണം മാത്രമേ 2020 നേടാനും സാധിച്ചുള്ളൂ. UDF ഇവിടെ 7 സീറ്റുകൾ നേടി. കുന്നത്തുനാട്ടിലാവട്ടെ 11 സീറ്റുകളുമായി UDF വൻ തിരിച്ചുവരവും നടത്തി. 2020 ഇവിടെ 8 സീറ്റുകൾ നേടി. കഴിഞ്ഞ തവണയും ഐക്കരനാട് പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിലും വിജയിച്ചതിന് സമാനമായി ഇത്തവണയും 16 സീറ്റിലും 2020 വിജയിച്ചു. കിഴക്കമ്പലത്ത് 1 സീറ്റ് UDF പിടിച്ചപ്പോൾ ബാക്കി സീറ്റുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. കാനാമ്പുറം വാർഡിലാണ് കോൺഗ്രസ് ജയിച്ചത്. വാഴക്കുളം ബ്ലോക്കിലെ പൂക്കാട്ടുപടി, കിഴക്കമ്പലം ഡിവിഷനുകളും 2020 നിലനിർത്തി. ആദ്യമായി മത്സരിച്ച തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറക്കാൻ 2020 കാക്കനാട് ബ്ലോക്കിലാണ് പാർട്ടി ജയിച്ചത്.